Welcome to quantum mechanics 37th lecture. Today's discussion is Hermitian operator problems. We see some of the important problems from Hermitian operator for BSc Physics main students, quantum mechanics 37th lecture. So the first problem from Hermitian operator. Problem 1. Prove that operator ID by dx is Hermitian. Operator ID by dx Hermitian. Answer. Given operator is, we write as A equal ID by dx. ID by dx. For a Hermitian operator, the condition we have studied, and that condition we will write. This is the first two steps. That is, if an operator capital A is Hermitian, the condition is integral psi star A psi dx is equal to integral A psi star psi dx. That is the condition. Or psi 1 star A psi 2 dx is equal to integral A psi 1 whole star psi 2 dx. That condition we apply here. Consider the integral. First term, we put LHS in the place of A, we put ID by dx, the operator. So we can write the LHS term as integral psi m star, psi 1 or psi m. Psi m star operator ID by dx psi n dx. dx equal to. അപ്പോൾ LHS നമ്മൾ എഴുതുകയാണ് അങ്ങനെ. നമുക്ക് തെളിയിക്കേണ്ടത് ആ മുകളിൽ കാണുന്ന രീതിയിൽ ഇക്വേഷൻ വന്നാൽ എ ഹെർമീഷ്യൻ ആവുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ LHSൻ്റെ മോഡൽ ഒരു ടേം വിചാരിക്കണം. എന്നിട്ട് എഴുതി RHSൻ്റെ മോഡലിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ ID by dx ഹെർമീഷ്യൻ ആണെന്ന് അർത്ഥം. ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ ടോപ്പിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒരു ഈക്വൽ സൈനുള്ള ടേം മാത്രമേ എടുത്തുള്ളൂ. 2 ഈക്വൽ സൈൻ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ. അത് വേണ്ട, ഫസ്റ്റ് 2 ടേംസ് മതി. എയുടെ സ്ഥാനത്ത് അവിടെ നമ്മൾ ID by dx കൊടുക്കണം. എന്നിട്ട് ഈ RHSലെ ഫോമിൽ കൺവേർട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഈ ID by dx ഹെർമീഷ്യനാണ്. അതുകൊണ്ട് LHS ടേം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ. integral psi m star I operator ID by dx psi n dx. This can be integrated as follows. ആ ടൈം എടുത്തതാ കേട്ടോ, ഒന്നും ഈക്വൽ ടു 0 ഒന്നുമില്ല, ആ ടൈം എടുത്തതാ. അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയും. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അതിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രൽ യു വി ഡാഷ് ഡി എക്സ് ഇസ് ഈക്വൽ ടു യു വി മൈനസ് ഇൻറ്റഗ്രൽ വി യു ഡാഷ് ഡി എക്സ്. അങ്ങനെയാണ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. ഇൻറ്റഗ്രേഷൻ integral u v dash dx is equal to u v minus integral v u dash dx. അപ്പോൾ എങ്ങനെ നമ്മൾ വിചാരിക്കാൻ നോക്കുക, ഈ ആദ്യത്തെ സൈം സ്റ്റാറിനെ യു എന്ന് തന്നെ വിചാരിക്കുക. സൈം സ്റ്റാർ യു എന്ന് വിചാരിക്കുക. അവിടെ മോളി ഞാൻ ചെറുതായിട്ട് യു എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ID by dx psi എമ്മിനെ ബി ഡാഷ് എന്ന് വിളിക്കുക. ID by dx psi എമ്മിനെ psi എന്നിനെ ബി ഡാഷ് എന്ന് വിളിക്കുക. അത് ബി ഡാഷ് ആണെങ്കിൽ എന്തായിരിക്കും? ഒരു കാര്യമുണ്ട്, അത് ഐ വേണമെങ്കിൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ, ഐ വേണമെന്നില്ല. ഡി ബൈ ഡി എക്സ് സൈ എന്നെ വി ഡാഷ് എന്ന് വിളിക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് സൈ എൻ വി ഡാഷ് ആണെങ്കിൽ എന്താണ് വി സൈ എൻ ആയിരിക്കും. ഡി ബൈ ഡി എക്സ് സൈ എൻ വി ഡാഷ് ആണെങ്കിൽ വി എന്നുള്ളത് സൈ എൻ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇപ്പുറത്ത് എഴുതുമ്പോൾ ഈ യു വി മൈനസ്, അതായത് ഇന്നലെ യു വി ഡാഷ് ഡി എക്സ്, അത് LHS ഇതിൽ യു വി മൈനസ് ഇന്നലെ വി യു ഡാഷ് ഡി എക്സ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്, നോക്കി ആൻസർ നോക്കി, that you get as psi m I is a common factor, I psi m star psi n minus I common factor is coming, b psi n d by dx u dash is d by dx psi m dash dx. അങ്ങനെ എഴുതും. നിങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ LHSലെ ടൈം എഴുതിയിട്ടുണ്ട്. ഇൻ്റഗ്രൽ സൈ എം സ്റ്റാർ I d by dx psi n dx എന്നുള്ള. ഇവിടെ സൈ എം സ്റ്റാറിനെ യു എന്ന് വിചാരിക്കുക. d by dx സൈനിനെ ബി ഡാഷ് എന്ന് വിളിക്കുക. അങ്ങനെ വിളിച്ചാൽ ബി എന്നുള്ളത് സൈ എൻ മാത്രമായിട്ട് മാറും. ബി ഡാഷിനെ ഡി ബൈ ഡി എക്സ് സൈ എൻ എന്ന് വിചാരിച്ചാൽ ബി എന്താണ്?
അതിൻ്റെ ഇൻ്റഗ്രലാണല്ലോ, സൈനാണല്ലോ. അപ്പോൾ ആ ഓപ്പറേറ്റർ മാറ്റിയാൽ മതി. അതാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ഫോർമുല നോക്കുക. ഇൻ്റഗ്രൽ യു വി ഡാഷ് ഡി എക്സ് ഇസ് ഈക്വൽ ടു യു വി മൈനസ് ഇൻ്റഗ്രൽ വി യു ഡാഷ് ഡി എക്സ്. അപ്പോൾ നമ്മൾ യു വി ആദ്യം എഴുതി. യു വി ആണ് സൈ എം സ്റ്റാർ സൈ എൻ. അത് കോൺ ഫാക്ടറായിട്ടുണ്ട്, അതും എഴുതി. അടുത്തത് മൈനസ് ബി യു ഡാഷ് ഡി എക്സ് എന്നാണ്. അപ്പോൾ മൈനസ് ബി എഴുതണം. ബി എന്നുള്ളത് സൈ എൻ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അവിടെ കോമൺ ആയിട്ടുണ്ട്. പിന്നെ യു ഡാഷ്, യു എന്ന് പറയുന്നത് സൈ എം സ്റ്റാർ ആണ്. യു ഡാഷ് അതിൻ്റെ ഡെറിവേറ്റീവ് ഡി വി ഡി എക്സ് ഓഫ് സൈ എം സ്റ്റാർ ഡി എക്സ്. അപ്പോൾ അങ്ങനെ ആ ഇക്വേഷൻ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക, ആലോചിച്ച് നോക്കുക. സിമ്പിളാണ് കാര്യം. ഇനി പറയുന്നത് ഈ ആർ എച്ച് എസ് 2 ടൈം ഉണ്ടല്ലോ നമുക്ക്. അതിൽ ഫസ്റ്റ് ടൈം വാനിഷ് എന്ന് പറയാൻ പോവുകയാണ്. ആർ എച്ച് എസിലെ 2 ടൈമിൽ ഫസ്റ്റ് ടൈം ഇല്ലാതാകും എന്ന് പറയാൻ പോവുകയാണ്. അതിൻ്റെ കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വി നോട്ട് ദാറ്റ് ദ വേവ് ഫംഗ്ഷൻസ് സൈ എം ആൻഡ് സൈ എൻ ആർ 0 at n points. ഈ അവസാന പോയിന്റുകൾ ഫംഗ്ഷൻ, ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ അവസാന പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിലാകുമ്പോൾ ഈ വേവിന് പ്രാധാന്യം ഇല്ലാതാകും, നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എൻഡ് പോയിന്റ്. വി നോട്ട് ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ സൈ എം ആൻഡ് സൈ എൻ ആർ 0 at n points. സോ അപ്ലൈങ് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആൻഡ് പ്ലസ് ഇൻഫിനിറ്റി ഫോർ ദി പോയിന്റ്സ് വി റൈറ്റ് ദി അബവ് ഇന്റർലാസ്. അപ്പോൾ എൻഡ് പോയിന്റിൽ ഇൻഫിനിറ്റിയിൽ വേവ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പാർട്ടിക്കിൾ ഒരു സ്ഥലത്തിരിപ്പുണ്ട്, അത് ഇൻഫിനിറ്റ് സ്പേസ് ആയിരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെ അകന്നു പോകുന്തോറും ഈ വേവ് ഫംഗ്ഷൻ്റെ പ്രാധാന്യം ഇല്ലാതാകും. അപ്പോൾ ഇൻഫൈനറ്റ് പോയിന്റിൽ വേവ് ഫംഗ്ഷൻ ഇല്ല. അപ്പോൾ സൈ എനും ഇൻഫിനിറ്റ് പോയിന്റിൽ ഇല്ല എന്ന് പറയണം. അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അടുത്ത കേസിൽ ലിമിറ്റ് എഴുതി ആ ഫംഗ്ഷൻ ഞാനൊന്ന് എഴുതുക. അപ്പോൾ എൽ എച്ച് എസ് അതുപോലെ തന്നെ എഴുതി കേട്ടോ. ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി നമ്മൾ ലിമിറ്റ് ചേർക്കുകയാണ്. മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സൈം സ്റ്റാർ ഓപ്പറേറ്റർ ഐ ഡി ബി ഡി എക്സ് സൈൻ ഡി എക്സ് ഈക്വൽ ടു ആദ്യത്തത് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഐ സൈം സ്റ്റാർ സൈൻ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. രണ്ടാമത്തെ ലിമിറ്റ് കൊടുക്കണം, മൈനസ് ഐ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സൈ എൻ ഡി ബൈ ഡി എക്സ് സൈം സ്റ്റാർ ഡി എക്സ്. ഫസ്റ്റ് ടൈം 0 ആവും, കാരണം ഇൻഫിനിറ്റി പോയിന്റിൽ വേവ് ഫംഗ്ഷന് ഇല്ല, പാർട്ടിക്കിളിൻ്റെ എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് അവിടെ നമ്മൾ 0 കൊടുക്കും. അപ്പോൾ സെക്കൻഡ് ടൈം മാത്രം കിട്ടും നമുക്ക് ആർ എച്ച് എസിൽ. മൈനസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സൈ എൻ ഡി ബൈ ഡി എക്സ് സൈ എം സ്റ്റാർ ഡി എക്സ് എന്ന് കിട്ടും. ആൻഡ് ദിസ് മൈനസ് ഐ വി ടേക്ക് ഇൻസൈഡ് അലോങ് വിത്ത് ഡി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സൈ എൻ മൈനസ് ഡി ബൈ ഡി എക്സ് മൈനസ് 1 ഡി ബൈ ഡി എക്സ് സൈ എം സ്റ്റാർ ഡി എക്സ്. മൈനസ് 1 ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണല്ലോ. ഇസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഐ ഡി ബൈ ഡി എക്സ് സൈ എം സ്റ്റാർ സൈ എൻ ഡി എക്സ്. ഇതെന്ത് മോഡലിലാണ് നമുക്ക് നോക്കാം. നമ്മൾ ആ ഐ ഡി ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് നോക്കിയേ, ആർ എച്ച് എസിൽ ഒറ്റ ടൈമായിട്ട് മാറി. ഇപ്പോൾ ഐ ഡി ബൈ ഡി എക്സിൻ്റെ മൈനസ് ഐ ഡി ബൈ ഡി എക്സ് സെയിം സ്റ്റാർ എന്നാണുള്ളത്. ഈ മൈനസ് ഐ ഡി ബൈ ഡി എക്സിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഉണ്ട്, അത് പ്ലസ് ഐ ഡി ബൈ ഡി എക്സ് ആണ്. അപ്പോൾ കോൺജുഗേറ്റ് നമ്മൾ ഹോളായിട്ട് പുറത്ത് കൊടുത്താൽ ആ മൈനസിന് ഒഴിവാക്കാം. ഇതിങ്ങനെ ഇടണം. ആർ എച്ച് എസ് നോക്കി ആ സ്റ്റാർ കൊണ്ടുപോയി ബ്രാക്കറ്റിന് പുറത്ത് രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഇടണം. അപ്പോൾ സൈ എമ്മിന് ഇടുമ്പോൾ സൈം സ്റ്റാർ എന്ന് മുകളിൽ കാണുന്ന കിട്ടും. പിന്നെ ഐ ഡി ബൈ ഡി എക്സ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഐ ഡി ബൈ ഡി എക്സ് കിട്ടും. അപ്പോൾ മുകളിലെ സ്റ്റെപ്പിലുള്ള മൈനസ് ഐ ഡി ബൈ ഡി എക്സ് സൈ എം സ്റ്റാറിനെ താഴെ കാണുന്ന പോലെ പ്ലസ് ഐ ഡി ബൈ ഡി എക്സ് സൈ എം ഹോൾ സ്റ്റാർ എന്ന് കൊടുക്കുക. പിന്നെ സൈ എം ഡി എക്സ് പുറത്തുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ലിമിറ്റ് അങ്ങ് മാറ്റിയേക്കാം. ഇനി പറയാനായിട്ട് ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ സൈ എം സ്റ്റാർ ഐ ഡി ബി ഡി എക്സ് സൈ എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഐ ഡി ബി ഡി എക്സ് സൈ എം ഹോൾ സ്റ്റാർ സൈ എൻ ഡി എക്സ്. അപ്പോൾ നോക്കി ഐ ഡി ബി ഡി എക്സിനെ എ ആയിട്ട് വിളിക്കുക, ഓപ്പറേറ്റർ വിളിക്കുക, നമ്മുടെ ക്യാപിറ്റലായിട്ട് വിളിക്കുക. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഈസ് ഓഫ് ദി ഫോം ഇൻ്റഗ്രൽ സൈ 1 സ്റ്റാർ എ സൈ 2 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ സൈ 1 ഹോൾ സ്റ്റാർ എ സൈ 1 ഹോൾ സ്റ്റാർ സൈ 2 ഡി എക്സ്. അങ്ങനെ കിട്ടുകയും ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കണ്ടീഷൻ ഫോർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണിത്. ഇത് കണ്ടീഷൻ ഫോർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ നമ്മൾ എഴുതിയിരിക്കുന്നത്.
അത് തന്നെ കിട്ടിയ ആ മുകളിലത്തെ അണ്ടർലൈൻ ചെയ്ത സ്റ്റെപ്പ് നോക്കിയേ. ദ അണ്ടർലൈൻഡ് സ്റ്റെപ്പ് ഈസ് എ ഫോം ഓഫ് ഹെർമീഷ്യൻ റെപ്രസെൻറ്റേഷൻ. സോ ദി ഓപ്പറേറ്റർ id by dx is Hermitian. That is the answer. You carefully read and study. Important question. Now you write a similar problem that you can follow easily. The question is, prove that the operator d square by dx square is Hermitian. ഇത് ഹെർമീഷ്യൻ തെളിയിക്കുക. അപ്പോൾ id by dx ഹെർമീഷ്യൻ ആയതുപോലെ ഇത് ഹെർമീഷ്യൻ ആകും. ഇതിനും ഈ മുമ്പത്തെ രീതി നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ഗിവൺ a is equal to d square by dx square കണ്ടീഷൻ ഫോർ കൺസിഡർ ദ ഇൻ്റഗ്രൽ. നമ്മൾ എൽ എച്ച് എസ് വിചാരിക്കുകയാണ്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സൈ എം സ്റ്റാർ എ സൈൻ ഡി എക്സ് ഓപ്പറേറ്റർ കൊടുക്കുക. ഇസിക്കൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ലിമിറ്റ് ഇപ്പോഴേ കൊടുക്കുക. നമ്മൾ ലിമിറ്റ് ഈസ് പുട്ട് ഇറ്റ് സെൽഫ് നൗ ഇറ്റ് സെൽഫ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ എം സ്റ്റാർ ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ സൈ എൻ ഡി എക്സ് അങ്ങനെ എഴുതി. അപ്പോൾ ഇവിടെ നമ്മൾ പഴയ പ്രോഡക്റ്റ് ഫോർമുല കൊടുക്കും. ഹിയർ ഓൾസോ വി അപ്ലൈ പ്രോഡക്റ്റ് ഫോർമുല. പ്രോഡക്റ്റ് അല്ല, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രൽ യു വി ഡാഷ് ഡി എക്സ് ഇസ് ഈക്വൽ ടു വി മൈനസ് ഇൻ്റഗ്രൽ വി യു ഡാഷ് ഡി എക്സ്. ദാറ്റ് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ പാർട്ട്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്ട് we apply. So let us we repeat as such. Here, if we take sine star as u, we can write it in the RHS also. If d square by d square sin is taken as v dash, then v is d by dx of sin. ഒരു ഡെറിവേറ്റീവ് കുറയും. അങ്ങനെയാണ്. ഇഫ് ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ സൈൻ ഈസ് വി ഡാഷ്, ദെൻ വി ഈസ് ഡി ബൈ ഡി എക്സ് സൈൻ. ഒരു ഡെറിവേറ്റീവിന് കുറവുണ്ടാകും. ഫസ്റ്റ് ഡെറിവേറ്റീവ് മാറും. അതാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയാൽ ഡി ബൈ ഡി എക്സ് സൈൻ ലിമിറ്റ് കൊടുത്തേക്ക് ഇപ്പോഴേ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. പിന്നെ അടുത്ത ടൈം എന്ന് പറയുന്നത് മൈനസ് വി യു ഡാഷ് ഡി എക്സ്. മൈനസ് വി എന്ന് പറഞ്ഞല്ലോ, ഡി ബൈ ഡി എക്സ് സൈനാണ് പറഞ്ഞു. പിന്നെ യു ഡാഷ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ സൈ എം ഡാഷ് ആണ്. സോ ഡെറിവേറ്റീവ്സ് ഡി ബൈ ഡി എക്സ് സൈ എം സ്റ്റാർ. സൈ എം സ്റ്റാർ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, സൈ എം സ്റ്റാർ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇതുണ്ട്. ഡി ബൈ ഡി എക്സ് സൈ എം സ്റ്റാർ ഡി എക്സ്. എൽ എച്ച് എസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഫസ്റ്റ് ടേം ബിക്കം 0 അറ്റ് എൻ പോയിൻറ്റ്സ് ഇൻഫിനിറ്റി. സോ വി ഗെറ്റ് മൈനസ് ഇൻറ്റഗ്രൽ ഡി സൈൻ ബൈ ഡി എക്സ് ഡി സൈ എം സ്റ്റാർ ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. അങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ അതിനും വീണ്ടും ഈ മോളിക്കാൾ സ്റ്റെപ്പിൽ വീണ്ടും ഒരു പാർഷ്യൽ ഒരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ യു വി മൈനസ് ആ കേസ് അപ്ലൈ ചെയ്യണം. വൺസ് അഗൈൻ വി റൈറ്റ് ദ ഫോർമുല യു വി ഡാഷ് ഇൻ്റഗ്രൽ യു ഡാഷ് ഡി യു വി മൈനസ് ഇൻ്റഗ്രൽ വി യു ഡാഷ് ഡി എക്സ് അപ്ലൈ ചെയ്യണം. ഒന്നുകൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ. We get d psi m star by dx sin minus infinity plus infinity integral minus infinity plus infinity sin d square. That is v dash u. The last term is integral uv dash. You see the result. Integral v u dash. That's integral v u dash we are writing. First term becomes 0. Second term we get as integral minus infinity plus infinity sin into u dash
d square sine star dx square into dx. LHS is repeated again. And this operator we write the terms we can, two functions, sin and psi m. Here you look, sin and derivative, second derivative of sine star, two functions that we can interchange. There is no harm. So we write minus infinity plus infinity d square by d square sine star. A b is b a, in that manner we write, into sin dx. And we put the first term in a bracket in the RHS. So integral minus infinity to plus infinity sine star d square by d square psi n dx is equal to integral minus infinity plus infinity d square by d square psi m the whole star psi n dx. ഈ ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയറിന് സ്റ്റാർ എടുത്താൽ യാതൊരു മാറ്റമില്ലേ. അപ്പോൾ ഈ മൊത്തം നമുക്ക് സ്റ്റാർ പുറത്തിട്ടാലും കുഴപ്പമില്ല, അത് തന്നെ പുറത്തിടണം. ഇനി നമുക്ക് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിനെ ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ എ എന്ന് വിളിക്കുക. എന്ന് വിളിച്ചാൽ നമുക്ക് കിട്ടും ദിസ് ഈസ് ഓഫ് ദി ഫോം integral psi 1 star a psi 2 dx is equal to integral a psi 1 whole star psi 2 dx. Condition for Hermitian operator. Hence d square by d square is Hermitian. D square, the operator d square by d square. D square is missing, you write d square by d square is Hermitian. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്ന് ആലോചിച്ച് നോക്കണം, അത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് മാത്തമാറ്റിക്സിൽ. സോ യു റിമെമ്പർ ഇത് ഫോർമുല ഫോർ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ആൻഡ് കെയർഫുള്ളി അപ്ലൈ ഇറ്റ് ഹിയർ ടു ഒബ്റ്റൈൻ ദ റിസൾട്ട്. ആൻഡ് ദാറ്റ് ഈസ് ഓൾ വിത്ത് അവർ 37th lecture on quantum mechanics, Hermitian operator problem. Thank you very much.